ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കഥയുടെ പേരാണ് വികടകവി. കൃഷ്ണദേവരായരുടെ കൊട്ടാരത്തിലെ വിദൂഷകനായ തെന്നാലി രാമന്റെ ബുദ്ധിശക്തിയും നിർഭയബോധവും ഭാരതമൊട്ടാകെ പ്രസിദ്ധമാണ്. രാമന്റെ ഈ കഴിവിനു പിറകിൽ രസകരമായ ഒരു കഥയുണ്ട്. ആ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. തെന്നാലി രാമൻ ആന്ധ്രയിലെ തെന്നാലി എന്ന ഗ്രാമത്തിൽ വെറും രാമനായി കഴിയുന്ന കാലം. ഒരിക്കൽ ആ നാടാകെ വരൾച്ചയുടെ പിടിയിലായി. കുടിവെള്ളം പോലും കിട്ടാതായി. ജനങ്ങൾ നാടുവിട്ടു പോകാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ആ ഗ്രാമത്തിൽ ഒരു സന്യാസി വന്നു ചേർന്നു. അതോടുകൂടി മഴയും ആരംഭിച്ചു. നാട്ടുകാർക്ക് സന്തോഷമായി. സന്യാസി മഹാനാണ്, അതുകൊണ്ടല്ലേ അദ്ദേഹത്തിൻ്റെ കാൽ നമ്മുടെ ഗ്രാമത്തിൽ കുത്തിയതും മഴ പെയ്തത്. ഗ്രാമീണൻ സന്യാസിയെ വാഴ്ത്തി അദ്ദേഹത്തിൻ്റെ പാദത്തിൽ വീണു നമസ്കരിച്ചു. എന്നാൽ തെന്നാലി രാമൻ മാത്രം അങ്ങനെയൊന്നും ചെയ്തില്ല. ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പുച്ഛച്ചിരിയോടെ മാറി നിന്നതേയുള്ളൂ. മറ്റുള്ളവർക്ക് അത് തീരെ രസിച്ചില്ല. അഹങ്കാരി, ഇങ്ങനെയുള്ളവർ നമ്മുടെ നാടിനു തന്നെ ശാപമാണ്. മഹാത്മാവിനെയാണ് അവൻ നിന്ദിക്കുന്നത്. ചിലർ തെന്നാലി രാമൻ കേൾക്കി പറഞ്ഞു. അതുകൊണ്ടാണെന്നും തെന്നാലി രാമൻ കുലുങ്ങിയില്ല. രാമൻ സന്യാസിയോട് എല്ലാവരും കേൾക്കെ ഉറക്കെ ചോദിച്ചു, സ്വാമി, പനമരം എങ്ങനെയുണ്ട്? ആർക്കും ഒന്നും മനസ്സിലായില്ല. പക്ഷേ സന്യാസിക്കു മനസ്സിലായി. അദ്ദേഹം ചിരിച്ചു. മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു തരാം, രാമൻ വിശദീകരിച്ചു. പറന്നു തളർന്ന ഒരു കാക്ക ഒരു പനയിൽ വന്നിരുന്നു. ആ സമയം പനയിൽ നിന്ന് മൂത്തു പഴുത്ത ഒരു പനമ്പഴം അടർന്നു നിലത്തു വീണു. മരത്തിൻ്റെ ചുവട്ടിൽ കുറച്ചു പേർ ഇരിപ്പുണ്ടായിരുന്നു. അവർ കരുതിയത് കാക്ക വന്നത് കൊണ്ടാണ് പനമ്പഴം വീണത് എന്നാണ്. അതുപോലെയാണ് വിഡ്ഢികളായ നിങ്ങൾ. സ്വാമി വന്ന ദിവസം മഴ പെയ്തെന്നേ ഉള്ളൂ, അല്ലാതെ സ്വാമിയും മഴയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അത് കേട്ടപ്പോൾ രാമനോടുള്ള ഗ്രാമീണരുടെ ദേഷ്യം കൂടി. അവർ രാമനെ കൂടുതൽ ശകാരിച്ചു. പക്ഷേ സന്യാസി പുഞ്ചിരിച്ചുടെ ഇരുന്നതേയുള്ളൂ. അദ്ദേഹത്തിന് രാമൻ്റെ സത്യസന്ധത ഇഷ്ടമായി. അദ്ദേഹം രാമനെ അരികെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ബുദ്ധിമാനാണ്, സത്യസന്ധനും. നീ ജീവിതത്തിൽ വളരെ ഉയരത്തിലെത്തും. അതിനു സഹായിക്കുന്ന ഒരു കാളീ മന്ത്രം നിനക്ക് ഞാൻ ഉപദേശിക്കാം. അദ്ദേഹം രാമൻ്റെ കാതിൽ ഒരു മന്ത്രം ഉപദേശിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ കാളി ക്ഷേത്രത്തിൽ ചെന്നിരുന്ന് ഈ മന്ത്രം ജപിക്കണം. ഒരു ദിവസം കാളി ദേവി നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ട് അനുഗ്രഹം നൽകും. അതോടെ നീ വളരെ പ്രശസ്തനാകും. തെന്നാലി രാമൻ സന്യാസിയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങി സന്തോഷത്തോടെ മടങ്ങി. അന്നു മുതൽ കാളി ക്ഷേത്രത്തിൽ ചെന്ന് ജപവും ആരംഭിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം അർദ്ധരാത്രിയിൽ രാമന്റെ മുന്നിൽ ഒരു ഭയങ്കര രൂപത്തിൽ കാളിദേവി പ്രത്യക്ഷപ്പെട്ടു. കാളിക്ക് 1000 തലയുണ്ടായിരുന്നു. കണ്ണുകളിൽ നിന്ന് തീ പാറിയിരുന്നു. 1000 നാവുകൾ പുറത്തേക്ക് നീണ്ടി കിടന്ന് ആടുന്നുണ്ടായിരുന്നു. പക്ഷേ രാമന് യാതൊരു ഭയവും തോന്നിയില്ല. പകരം പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. എന്തിനാണ് ഇത്ര ചിരിക്കാൻ? ദേവി ചോദിച്ചു. ഒരു മൂക്ക് മാത്രമുള്ള ഞാൻ ജലദോഷം വരുമ്പോൾ മൂക്കൊലിക്കുന്നത് തുടയ്ക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. എന്നാൽ ദേവി എങ്ങനെയാണ് ജലദോഷം വരുമ്പോൾ 1000 മൂക്കുകൾ തുടയ്ക്കുന്നത് ഓർത്തപ്പോൾ ചിരിച്ചതാ. അത് കേട്ടപ്പോൾ ദേവിക്ക് ചിരി പൊട്ടി. രാമനോട് വല്ലാത്ത വാത്സല്യവും തോന്നി. ദേവി പാൽ നിറച്ച 2 സ്വർണ്ണക്കിണ്ണങ്ങൾ നീട്ടിയിട്ട് പറഞ്ഞു, രാമ, ഒന്നിൽ ധനമാകുന്ന പാലും മറ്റേതിൽ അറിവാകുന്ന പാലുമാണ്. നിനക്ക് ഏത് വേണമെങ്കിലും എടുക്കാം, പക്ഷേ ഒരെണ്ണമേ എടുക്കാവൂ. പെട്ടെന്ന് രാമൻ്റെ ബുദ്ധി പ്രവർത്തിച്ചു.
ഇതിലേതിനാണ് രുചി കൂടുതൽ? രാമൻ ചോദിച്ചു. ഒന്ന് തൊട്ട് രുചിച്ചു നോക്കിക്കോളൂ. ദേവി 2 പാത്രവും രാമൻ കൊടുത്തു. പിന്നെ ഒട്ടും താമസിച്ചില്ല. രാമൻ 2 പാത്രത്തിലെയും പാൽ ഒറ്റ വലിക്കകത്താക്കി. ദേവിക്ക് കോപം വന്നു. ഹും, അധിക പ്രസംഗി! അനുസരണക്കേട് കാണിച്ചത് കൊണ്ട് നീ വികട കവിയായി തീരട്ടെ, ദേവി ശപിച്ചു. അമ്മേ, എന്നോട് ക്ഷമിക്കണം. അറിവില്ലാതെ ധനം മാത്രം ഉണ്ടായിട്ട് എന്തു ഫലം? അതുപോലെ തന്നെ ധനമുണ്ടായിട്ട് അറിവില്ലെങ്കിൽ ഒരു ഫലവുമില്ല. രണ്ടും ഒരുമിച്ചുണ്ടെങ്കിലേ ഒരു മനുഷ്യന് ജീവിക്കാനാവൂ. അതുകൊണ്ടാണല്ലോ ദേവി 2 കിണ്ണവും എൻ്റെ കയ്യിൽ തന്നത്. ദയവ് ചെയ്ത് എന്നെ വികടകവി മാത്രമല്ല നല്ല കവിയുമാകാൻ അനുഗ്രഹിക്കണം. രാമന്റെ ബുദ്ധി സാമർഥ്യത്തിൽ ദേവിക്ക് മതിപ്പ് തോന്നി. നീ കവിയും വികടകവിയും മാത്രമല്ല, ലോകമറിയുന്ന ഒരു വിദൂഷകനും ആയി മാറും. ദേവി രാമനെ അനുഗ്രഹിച്ചിട്ട് അപ്രത്യക്ഷമായി. അതിനുശേഷമാണത്രേ കഴിവും ബുദ്ധി സാമർഥ്യവും വളർന്ന് തെന്നാലി രാമൻ പ്രസിദ്ധനായത്. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നന്ദി.